മലപ്പുറത്തേക്ക് പോകുമ്പോൾ ജംഷീർ കുടിഞ്ഞുണ്ട്. ജംഷീർ, മലപ്പുറത്തെ ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്? മുന്നണികളുടെ പ്രതീക്ഷ എങ്ങനെയാണ്? പോളിംഗ് ശതമാനം കുറവ് മലപ്പുറത്തെ ആശങ്കയിലാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള രാവിലെയാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം. അത് ഏതാണ്ട് ഉച്ചയോട് കഴിഞ്ഞ് പൂർത്തിയായി. എല്ലാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ എത്തി. ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി പോളിംഗിനായി വോട്ട് ചെയ്യാനായി ആളുകൾ എത്തിയാൽ മാത്രം മതി എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ മലപ്പുറം ജില്ല ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള ഒരു ജില്ലയാണെന്ന് പറയേണ്ടിയിരിക്കും. 94 പഞ്ചായത്തുകളുണ്ട്, 12 നഗരസഭകളുണ്ട്, 15 ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്, ഒരു ജില്ലാ പഞ്ചായത്ത്. അങ്ങനെ ഏതാണ്ട് 2789ഓളം വാർഡുകൾ, ഡിവിഷനുകളിലേക്കാണ് മത്സരം നടക്കുന്നത്. അതിനായി 4343 പോളിംഗ് ബൂത്തുകൾ ഇപ്പോൾ സജ്ജമാക്കിയിട്ടുണ്ട്. അതിൽ ചില ബൂത്തുകൾ 277 പ്രശ്നബാധിത ബൂത്തുകളും 18 അതിപ്രശ്നബാധിത ബൂത്തുകളും മാത്രമാണ് ഉള്ളത്. അവിടെ വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും 36,18,851 വോട്ടർമാർ നാളെ വിധി എഴുതാൻ പോകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 8,381 സ്ഥാനാർത്ഥികളാണ് ജില്ലയിൽ ജനവിധി തേടുന്നത് എന്നതും എടുത്തു പറയേണ്ടതാണ്. അതോടൊപ്പം തന്നെ 7000ഓളം ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. 20,000-ലധികം ഉദ്യോഗസ്ഥർ, പോളിംഗ് ഉദ്യോഗസ്ഥർ ജില്ലയിൽ സജ്ജമായിട്ടുണ്ട്. മുന്നണികളൊക്കെ തന്നെ പ്രതീക്ഷയിലാണ്. മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം UDF-ന് വലിയ ആധിപത്യമുള്ള ജില്ലയാണെങ്കിൽ പോലും നല്ല ടൈറ്റ് മത്സരങ്ങൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 3 നഗരസഭകൾ കേന്ദ്രീകരിച്ച്, പ്രത്യേകിച്ച് തിരൂർ നഗരസഭയിലൊക്കെ നല്ല അതിയായ ശക്തമായ മത്സരം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിടിച്ചെടുക്കാൻ LDF-ഉം നിലനിർത്താൻ UDF-ഉം മത്സരരംഗത്ത് സജീവമാണ്. അത്തരത്തിൽ ശക്തമായ മത്സരം. അവസാനവട്ട വോട്ടുറപ്പിക്കാൻ മുന്നണികൾ കടക്കുമ്പോൾ മലപ്പുറത്തെ വിവരങ്ങൾ, വിശദാംശങ്ങളൊക്കെയാണ് നൽകിയത്.